യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം റോമാലേഖനം 2-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. എന്നാൽ സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ ശ്രവിക്കുന്ന മണിക്കൂറാണ്. കഴിഞ്ഞ നാളുകളിൽ നിത്യജീവന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതം. ബോംബെയിൽ നിന്നുള്ള ഫിലിപ്പ് ചേട്ടൻ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് വെളിപ്പെടുത്തിയത് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. ഫിലിപ്പ് ചേട്ടന്റെ ചേട്ടത്തി അമ്മ 83 വയസ്സ് പ്രായം. ഏതാണ്ട് 10-13 വർഷക്കാലമായി അതിന്റെ ശരീരത്തിൽ ചില രോഗപീഠകളുണ്ടായി. അത് പോലെ സൈഡിലേക്ക് വളഞ്ഞിരിക്കുകയായിരുന്നു. മുമ്പിലേക്കല്ല, സൈഡിലേക്ക്. അതാണ് സി മോഡൽ, സൈഡിലേക്ക് വളഞ്ഞിരിക്കുകയായിരുന്നു. ഡോക്ടർമാരെ കൊണ്ട് എന്ന് കാണിച്ചു. അപ്പോൾ ഈ സൈഡിലുള്ള 6-ാം വാരിയല്, ആ എല്ല് പൂർണ്ണമായും ഉള്ളിലേക്ക് പോയി അതിന്റെ ശരീരം വിരൂപമായിരിക്കുകയാണെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത്. ഈ പ്രായത്തിൽ ഇനിയൊരു ഓപ്പറേഷൻ നടത്താതിരിക്കുകയാണ് ഭംഗിയെന്ന് ഡോക്ടർമാർ ഉപദേശിച്ചു. അങ്ങനെ ശാരീരികമായി ക്ഷീണിച്ച് ശരീരം ഇങ്ങനെ പോലെയായി ഇങ്ങനെ വിഷമിച്ച് നടക്കുമ്പോ ഒരു ദിവസം ഈ സഹോദരി, 83 വയസ്സ് പ്രായമുള്ള സഹോദരി, അഭിഷേകാഗ്നി പ്രോഗ്രാം കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയുണ്ടായി. ഇപ്പോൾ രോഗമുള്ള ഭാഗങ്ങളിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ഈ സഹോദരി ഒരു വിധത്തിൽ തന്റെ ശരീരത്തിൽ കൈകൾ വെച്ച് എന്റെ ഈ സി പോലെ വളഞ്ഞിരിക്കുന്ന എന്റെ ശരീരത്തെ എന്റെ ദൈവമേ നേരെയാക്കി തരണമേ എന്ന് പറഞ്ഞ് ഒരു ശിശുവിന്റെ നിഷ്കളങ്കതയോടെ കരഞ്ഞ് ആ പ്രാർത്ഥന കഴിഞ്ഞു. നോക്കുമ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ആ സഹോദരി അങ്ങനെ രാത്രി വിശ്രമിക്കാൻ പോയി. നേരം വെളുത്ത് ആ സഹോദരി എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച, നേരെ സാധാരണ മനുഷ്യനെ പോലെ നിവർന്നു നിൽക്കാൻ തക്കവണ്ണം ആ സി പോലെ വളഞ്ഞിരുന്ന സഹോദരിയുടെ ശരീരത്തെ കർത്താവ് സുഖപ്പെടുത്തിയതാണ് ആ കുടുംബാംഗങ്ങളെല്ലാം കണ്ടത്. ആ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ആ ഫിലിപ്പിയേട്ടനും കൂട്ടരും അട്ടപ്പാടി സഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ ഈ 2009 മാർച്ച് മാസത്തിൽ വന്ന് 5 ദിവസം ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി വചനം കേട്ടതിന് ശേഷം കടന്നുപോയി. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ ആത്മാവ് നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് പ്രവർത്തിക്കും എന്നൊരു തിരിച്ചറിവ് പ്രാപിക്കണം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 20-ാം തിരുലിഖിതം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഇന്ന് ഈ നിമിഷം ഈ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് അവിടുത്തെ ആത്മാവ് പേര് ചൊല്ലി വിളിച്ച് ഒരുമിച്ച് കൂട്ടിയ എല്ലാ മക്കളെയും യേശുവിന്റെ നാമത്തിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ ദൈവാത്മാവ് സ്പർശിക്കട്ടെ, ഹൃദയങ്ങളെ ഉണർത്തട്ടെ, ആത്മീയ അഭിഷേകം നിറയ്ക്കട്ടെ. തിന്മയുടെ കോട്ടകൾ തകരുന്ന, ആത്മീയ ബന്ധനങ്ങൾ തകരുന്ന, പിശാചിയുടെ ചങ്ങലകൾ ഛിന്ന ഭിന്നമാകുന്ന അത്ഭുത വിടുതലിന്റെ അഭിഷേകം പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരെയും ദൈവരാജ്യത്തിന്റെ മക്കളെയും കടന്നാക്രമിക്കുന്ന തിന്മയുടെ ആധിപത്യ ശക്തികളെ നസ്രായന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗപീഠകൾ, മനപ്രയാസങ്ങൾ, നിരാശ, സങ്കടം, ആത്മഹത്യാ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ ഹൃദയങ്ങളിൽ നിന്ന് ഇപ്പോൾ കഴുകപ്പെടട്ടെ. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ഉന്നത ശക്തി രോഗികൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്കും കിടക്കുന്ന കിടക്കകളിലേക്കും ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി,
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, റോമാലേഖനം 2-ാം അധ്യായം 7-ഉം 8-ഉം തിരുലിഖിതങ്ങൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. ഒരുപാട് വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ ദൈവവചനം കേൾക്കുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾ പാപം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് തിരിയുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾ കുമ്പസാരിക്കുന്നുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഞാൻ കാണുന്ന ഒരു വലിയ പ്രത്യേകതയാണ്, തിന്മയുടെ കടന്നാക്രമണത്തിൽ വിശുദ്ധ ജീവിതം ഉപേക്ഷിച്ച് ഒരുപാട് പേര് പാപത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരു അമ്മച്ചി വന്ന് കരഞ്ഞു. ആ അമ്മച്ചി പറഞ്ഞു, അച്ഛാ, എന്റെ മകൻ ഒരുപാട് കാലം മദ്യപിക്കാതെ ചീത്ത കൂട്ടുകെട്ടിൽ പെടാതെ അവൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടുകയും ദേവാലയത്തിൽ പോയി വിശുദ്ധ കൂദാശകളിൽ പങ്കുചേരുകയും ചെയ്ത് ജീവിച്ചിരുന്നു. എന്നാൽ അവൻ ഈ അടുത്ത ദിവസങ്ങളിൽ മൂക്കറ്റം മദ്യപിക്കാൻ തുടങ്ങി. അവന്റെ ചീത്ത കൂട്ടുകെട്ടുകൾ അവന്റെ ജീവിതത്തേക്ക് തിരികെ കയറി വന്ന്. ഞാൻ ചോദിച്ചു, അമ്മച്ചി, എന്താണ് അവൻ മദ്യപിക്കാൻ കാരണം? അപ്പോൾ ആ അമ്മച്ചി ആ മകന്റെ തകർച്ചയെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്. അമ്മച്ചി പറഞ്ഞു, അവന്റെ മനസ്സിൽ നിന്ന്, അവന്റെ ഉള്ളിൽ നിന്ന് അവൻ ഒരു അന്ധകാര ചിന്തകള് അവൻ കുടിച്ചു കഴിയുമ്പോൾ അവൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഇങ്ങനെ കണ്ടമാനം പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, എപ്പോഴും പള്ളിയിൽ പോയി കടന്നിട്ടൊന്നും കാര്യമില്ല. നോക്കുക, അവന്റെ മനസ്സിൽ അവൻ വളരെ കാലം പാപത്തെ വിട്ട് വിശുദ്ധ ജീവിതം നടന്നപ്പോ പിശാച് അവന്റെ മനസ്സിലേക്ക് ഒരു നുണ ഉപദേശം, ഒരു വിപരീത ഉപദേശം, ഒരു പിന്മാറ്റത്തിന്റെ ഉപദേശം കൊടുത്ത്, നീ അങ്ങനെ കണ്ടമാനം ഒന്നും പ്രാർത്ഥിക്കണ്ട, അത്യാവശ്യത്തിന് പ്രാർത്ഥന വേണം, അങ്ങനെ കണ്ടമാനം പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എപ്പോഴും അങ്ങനെ പള്ളിയിലേക്ക് പോകണ്ട, ഇടയ്ക്കിടയ്ക്കൊക്കെ പോകണം, എപ്പോഴും അങ്ങനെ പോകുമൊന്നും വേണ്ട. ഈ ലോകത്തിൽ അങ്ങനെ 100% ഒന്നും ജീവിക്കാൻ, കർത്താവിന്റെ വഴികളിൽ ജീവിക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കരുത്. എന്റെ വളരെ അടുത്ത സ്നേഹിതനായ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളോട് പറയാം. അദ്ദേഹം കർത്താവിന്റെ മാർഗത്തിൽ എളിമയിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ജീവിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്വഭാവം എല്ലാം വിട്ട് എളിമയോടെ കർത്താവിനെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു അന്തരീക്ഷം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പിൽ ചെന്ന് പെട്ടു. അവർ പരിഹാസികളും ധിക്കാരികളും പൊങ്ങച്ച സ്വഭാവക്കാരും നിന്ദകരും ദൂഷകരുമായിരുന്നു. അവർ എന്റെ സ്നേഹിതനെ പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞ്, പ്രാർത്ഥനയുടെ പേര് പറഞ്ഞ്, പല കാര്യങ്ങൾ പറഞ്ഞ് ദുഷിക്കാനും പരിഹസിക്കാനും തുടങ്ങി. ഒരു നിശ്ചിത പരിധി വിട്ടപ്പോൾ എന്റെ സ്നേഹിതന് അമിതമായ കോപമുണ്ടായി. എന്റെ സ്നേഹിതൻ പറഞ്ഞു, കാര്യമൊക്കെ ശരി, അവരുടെ നേരെ അമിതമായ കോപത്തോടെ പൊട്ടിത്തെറിച്ച് എന്നിട്ട് പറഞ്ഞു, ഞാൻ 100% ഒരു കരിസ്മാറ്റിക്കായെന്ന് വിചാരിക്കൊന്നും വേണ്ട, 50% ആയിട്ടുള്ളെന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ക്ഷണനേരം കൊണ്ട് ദൈവത്തിന്റെ വഴികളെ ഉപേക്ഷിക്കാൻ സാത്താൻ കൗശലപൂർവ്വം ഒരുക്കിയ ആ വഞ്ചനയുടെ കുതന്ത്രത്തിന്റെ മുമ്പിൽ ക്ഷണനേരത്തിൽ പരാജയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, 100% അങ്ങനെ കർത്താവിന്റെ വഴികളിലാണെന്ന് വിചാരിക്കണ്ട, ഇതൊക്കെ നടത്തിയിട്ട് ഇങ്ങനെയൊക്കെ തെറിക്കുത്തരം മുറിപ്പത്തലെന്ന പോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥന ആത്മീയതയേ ഉള്ളൂ. എന്തായി? ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയാണ് പറയണത്, സ്വാർത്ഥമതികളായി ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും. സ്വാർത്ഥമതികളായി, എന്റെ മെയ്യേൽ തട്ടുന്നൊരു വിഷയം വരുമ്പോൾ, എന്റെ മനസ്സ് വേദനിക്കുന്നൊരു വിഷയം വരുമ്പോൾ, എന്റെ ജീവിതത്തിൽ നഷ്ടം വരുന്നൊരു വിഷയം വരുമ്പോൾ, ആ സമയത്ത് ആ വേദന ഏറ്റെടുക്കാൻ പറ്റാതെ തിരിച്ചടി കൊടുക്കാൻ നിർബന്ധിക്കുന്ന സ്വാർത്ഥമതികളായി, തന്നിഷ്ടത്തിന് വഴങ്ങി, ദുഷ്ടതയ്ക്ക് വഴങ്ങി, ദൈവിക മാർഗത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ വഴികളിലേക്ക്, വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങൾ കാലെടുത്ത് വെച്ചാൽ നിശ്ചയം എതിർ ശക്തി, എതിർ പ്രലോഭനം, എതിർ ചിന്തകൾ നമ്മളെ നിരന്തരം ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് പൗരുഷത്തോടെ ആ പ്രലോഭന ശക്തികളെ കീഴ്പ്പെടുത്താനാണ് കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്.
ഹല്ലേലൂയ. സാത്താനെ എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളിൽ നിന്ന് ഓടിയാകുന്നുകൊള്ളും. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. മക്കബായരുടെ 2-ാമത്തെ പുസ്തകം 6-ാമത്തെ അധ്യായം. പടുവൃദ്ധനായ എലയാസർ എന്ന് പറഞ്ഞ പുണ്യപിതാമഹൻ, അദ്ദേഹം ആർക്കൊരു ഉപദ്രവം ചെയ്യാതെ, അദ്ദേഹം ആർക്കൊരു ദ്രോഹം ചെയ്യാതെ സകല ലോകത്തിന്റെയും നന്മ ആഗ്രഹിച്ച്, സകല മനുഷ്യരുടെയും നന്മ ആഗ്രഹിച്ച്, സകല ജീവികളുടെയും നന്മ ആഗ്രഹിച്ച്, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സർവാദരണീയനായ എലയാസർ എന്ന പുണ്യപിതാമഹൻ. ആ കാലഘട്ടത്തിലാണ് ടോളമി മഹാരാജ് ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. തന്റെ സാമ്രാജ്യത്തിൽ ഗ്രീക്ക് ആചാരങ്ങൾ സ്വീകരിക്കാത്ത എല്ലാവരെയും അതിനുവേണ്ടി നിർബന്ധിക്കുക, ആരെങ്കിലും വിസമ്മതിച്ചാൽ അവരെ കൊലക്കളത്തിലേക്ക് നയിക്കുക. എല്ലാ രാജ്യത്തും എല്ലാ പ്രവിശ്യകളിലും ഈ വിളംബരം, ഈ നിയോഗം, ചക്രവർത്തി ഈ കൽപ്പന വിളംബരം ചെയ്യപ്പെട്ടു. ദയോനീസിന്റെ ആ ഉത്സവത്തിൽ പങ്കെടുക്കാനും, ദലചക്രങ്ങൾ അണിഞ്ഞ് പ്രദർശനത്തിൽ ചേരാനും, അന്യദേവന്മാരെ ആരാധിക്കാനും, പന്നിമാംസം ഭക്ഷിക്കാനും ആ ദേശത്തിലുള്ള വിശുദ്ധ ജനത നിർബന്ധിക്കപ്പെട്ടു. വിശുദ്ധമായ വചനങ്ങളെ നഗ്നമായി ലംഘിക്കാൻ അവർ പ്രേരിപ്പിക്കപ്പെട്ടു. ഈ ലോകത്തിന്റെ സുഖം ആഗ്രഹിച്ച ഒരുപാട് പേര് സ്വാർത്ഥമതികളായി പാപത്തിന് വഴങ്ങി ദൈവവചനം ലംഘിച്ച് അവർ പുണ്യപിതാമഹനായ എലയാസറിനെയും നിർബന്ധിച്ചു. എന്നാൽ എലയാസർ പറഞ്ഞു, എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ കർത്താവിന്റെ വചനം ലംഘിക്കുകയില്ല. ഞാൻ വിശുദ്ധ വചനം വിട്ട് എന്റെ സ്വാർത്ഥതയ്ക്ക് വഴങ്ങി സ്വന്തം ഇഷ്ടാനുസരിച്ചുള്ള ജീവിതത്തിന് ഞാൻ തിരിയുകയില്ല. ഞാൻ എന്റെ കർത്താവിന്റെ വചനങ്ങളെ മുറുകെ പിടിച്ചു നിൽക്കും. അവർ അദ്ദേഹത്തെ ഒരുപാട് നിർബന്ധിച്ചു. അദ്ദേഹം അത് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ മരണത്തിന് വിധിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ നന്മ ആഗ്രഹിച്ച ഒരുപാട് ആരാധകർ, ശിഷ്യവൃന്ദങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള ദീർഘകാല പരിചയമുള്ള ആ ശ്രേഷ്ഠന്മാർ ഈ എലയാസർ എന്ന് പറഞ്ഞ ഈ വിശുദ്ധനായ മനുഷ്യന്റെ അടുത്ത് വന്നിട്ട് ഒരു ഒത്തുതീർപ്പ് ഫോർമുല വെച്ചു. ആ ഒത്തുതീർപ്പ് ഫോർമുല ഇങ്ങനെയാണ്: അങ്ങ് പന്നിമാംസം തിന്നാൻ ഈ ചക്രവർത്തി നിർബന്ധിക്കുകയാണ്. ഇനി അതിൽ നിന്ന് ഒഴിവഴിവില്ല. അതുകൊണ്ട് ഞങ്ങളൊരു രക്ഷാമാർഗം കാണിച്ചു തരാം. ഞങ്ങൾ അങ്ങേക്ക് ഭക്ഷിക്കാൻ അനുവാദമുള്ള ദൈവവചനം ലംഘിക്കാൻ, ദൈവവചനം നിരോധിച്ചിട്ടില്ലാത്ത മാംസം പാചകം ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് ഞങ്ങൾ ചക്രവർത്തിയുടെ അടുത്ത് പോയി പറയാം, ഇത് പന്നിമാംസമാണെന്ന് ഞങ്ങൾ പറഞ്ഞോളാം. അങ്ങ് പന്നിമാംസം കഴിക്കേണ്ടത് പോലെ അതങ്ങോട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ചക്രവർത്തി സംതൃപ്തനാവും, അങ്ങയുടെ ജീവൻ രക്ഷപ്പെടുകയും ചെയ്യും. ഒരു ഒത്തുതീർപ്പ് ഫോർമുല അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ദീർഘകാല പരിചയമുള്ള പലരും അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചു. അദ്ദേഹം ഒരു ക്ഷണം കർത്താവിന്റെ സന്നിധി ആലോചിച്ച് അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു, നോ നോ നോ, ഒരിക്കലും ഇല്ല, ഒരിക്കലും ചെയ്യില്ല. കാരണം ഈ ഭൂമിയിൽ ക്ഷണനേരം കൂടെ കൂടുതൽ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്റെ കർത്താവിന്റെ വചനത്തെ ലംഘിച്ച് ദുർമാതൃക നൽകുന്ന ഒരു വ്യക്തിയായി എന്റെ ജനത്തിന് മുമ്പിൽ ചിത്രീകരിക്കപ്പെടാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്താൽ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ ചിന്തിക്കും, എലയാസർ 90-ാം വയസ്സിൽ മതം മാറി, ജീവന് വേണ്ടി മതം മാറിയെന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാർ ചിന്തിക്കും. എലയാസർ പറഞ്ഞു, ഇത് എന്റെ ഈ അഭിനയം എന്റെ ഈ പ്രായത്തിന് ഒട്ടും ചേർന്നതല്ല. അദ്ദേഹം പീഡന യന്ത്രത്തിന്റെ മുമ്പിലേക്ക് നടന്നു നീങ്ങിട്ട് പൗരുഷത്തോട് പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി എന്റെ ജീവനെ ഞാൻ ഇതാ സമർപ്പിക്കുന്നു. പീഡനയന്ത്രത്തിൽ കടന്ന് കഠിനമായ പീഡനം അനുഭവിച്ച് കഠിനമായി ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ട് മരണത്തിന്റെ പക്കത്തേക്ക് നീങ്ങിയപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. 2 മക്കബായർ 6-ാം അധ്യായം 30-ാമത്തെ വാക്യം. മർദ്ദനമേറ്റ് മരിക്കാറായപ്പോൾ അവൻ ഞരങ്ങി, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്ന എനിക്ക് ഈ പ്രഹരത്തിൽ ഉത്കടമായ ശരീരവേദന ഉണ്ടെങ്കിലും കർത്താവിനോടുള്ള ഭക്തിയാൽ ഇവ സഹിക്കുന്നതിൽ എന്റെ ആത്മാവ് സന്തോഷിക്കുന്നു. കർത്താവിനോടുള്ള വചനത്താൽ, കർത്താവിന്റെ വചനത്തോടുള്ള സ്നേഹത്താൽ, കർത്താവിനുള്ള ഭക്തിയാൽ വചനം ലംഘിക്കാതെ മരിക്കുന്നതിന് അഭിമാനം കൊണ്ടുകൊണ്ട് എലയാസർ പറയുകയാണ്, ഇങ്ങനെയുള്ള പീഡനം സഹിച്ച് ഈ ലോകത്ത് എന്റെ ജീവൻ എടുക്കപ്പെടുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ക്ഷണനേരം കൂടെ കൂടുതൽ ജീവിക്കാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം ഈ ശരീരത്തിന് വരുന്നു പോയിക്കാവുന്ന നാശത്തെയോ ക്ലേശത്തെയോ പീഡനത്തെയോ തെല്ലും ഭയന്നില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം പകർന്നു കൊടുത്ത നിത്യജീവന്റെ വചനങ്ങളെ മുറുകെ പിടിച്ച്
പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം റോമാലേഖനം 2:7 പഠിപ്പിക്കുകയാണ്, സൽകർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. എന്നാൽ സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും. ദുഷ്ടതയ്ക്ക് വഴങ്ങരുത്, ദുഷ്ടതയ്ക്ക് വഴങ്ങരുത്, ദുഷ്ടതയ്ക്ക് വഴങ്ങരുത്. റോമലേഖനം 2:26 തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥമായ പരിച്ഛേദനം. ഒരു ധ്യാനം കൂടുമ്പോൾ, ഒരു ആത്മീയ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നതിൽ അഭിമാനം തോന്നും, സന്തോഷം തോന്നും. ആ വെളിച്ചത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കമായിരുന്നു. എന്നാൽ തെല്ലും കുറച്ചു നേരം മാത്രം. ജെറമിയ 11:7 തിരുലിഖിതങ്ങൾ, ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൂട്ടിക്കൊണ്ടു പോന്നത് മുതൽ ഇന്നുവരെ എന്റെ വാക്കനുസരിക്കുക എന്ന് ഞാൻ അവരെ നിരന്തരം ഉത്ബോധിപ്പിച്ചിരുന്നു. എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. ഓരോരുത്തരും തന്റെ ദുഷ്ടഹൃദയത്തിന്റെ കാഠിന്യവും പേറി നടക്കുന്നു. ദൈവവചനം കേൾക്കുന്നു, എന്നാൽ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു. ആത്മീയ ശുശ്രൂഷ പങ്കെടുക്കുന്നു, എന്നാൽ ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് ചെവി കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് കർത്താവിന്റെ ആത്മാവ് ചോദിക്കുന്നു. ജെറമിയ 11:15, ദുഷ്കൃത്യങ്ങൾ ചെയ്തിരിക്കെ എന്റെ പ്രേയസിക്ക് എന്റെ ഭവനത്തിൽ എന്ത് അവകാശമാണുള്ളത്? നേർച്ചകൾക്കോ ബലിമാംസങ്ങൾക്കോ നിന്റെ നാശത്തെ അകറ്റാനാവുമോ എന്ന് പറഞ്ഞാൽ, വചനം അനുസരിച്ച് ജീവിക്കാൻ ഉത്സാഹിക്കാതെ, ദൈവവചന പ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഉത്സാഹിക്കാതെ, പരിശുദ്ധാത്മാവിന്റെ വഴിയിൽ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കാതെ, നമ്മുടെ ഹൃദയത്തിന്റെയും ജഡത്തിന്റെയും അഭിലാഷങ്ങൾക്ക് അനുസരിച്ച് നടന്നിട്ട് ഒരു അനർത്ഥം വരുമ്പോൾ നേർച്ച നേർന്ന് അത് ചെയ്ത് ഇത് ചെയ്ത് കർത്താവിന്റെ കുറച്ച് നൊവേന ചൊല്ലി അതുകൊണ്ട് മാത്രം രക്ഷപ്പെടുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നേർച്ച കൊണ്ടും ബലിമാംസങ്ങൾ കൊണ്ടും നിന്റെ നാശത്തെ അകറ്റി നിർത്താം എന്ന് വിചാരിക്കുന്നുവോ? സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമായി തീരും. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അതിവാത്സല്യപൂർണമായ ഇടപെടലുകളും ശക്തമായ അത്ഭുതങ്ങളും വീര്യമേറിയ പ്രവൃത്തികളും കണ്ടു. ക്ഷണനേരം ആ വെളിച്ചത്തിൽ സന്തോഷിക്കാൻ ഒരു ഒരുക്കവുമായിരുന്നു. എന്നാൽ ജീവിതത്തിന്റെ പ്രതികൂലത്തിൽ നടന്നപ്പോൾ അവരുടെ ഹൃദയം കർത്താവിനെതിരെ മല്ലടിച്ചു. പരിശുദ്ധാത്മാവിനെ അവർ ദുഃഖിപ്പിച്ചു. തന്നിഷ്ടപ്രകാരം അവർ വ്യാപരിക്കാൻ ആഗ്രഹിച്ചു. സ്വന്തം വഴികളിലൂടെ ഓടാൻ അവർ വെമ്പി. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയം അതുപോലെയാണല്ലോ. ഇന്ന് ഞങ്ങൾ കർത്താവിന്റെ വഴികളിലൂടെ നടക്കുന്ന അഭിമാനം കൊള്ളുന്നതിന് പകരം സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്ന മണിക്കൂറുകൾ, നിമിഷങ്ങളും ഉണ്ടല്ലോ. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നതിൽ അഭിമാനം കൊണ്ട് ദൈവവചനത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായി അങ്ങയുടെ സന്നിധിയിൽ പ്രത്യക്ഷപ്പെടാൻ തക്കവണ്ണം ഓ കർത്താവെ, ആത്മാവിനാൽ ഞങ്ങളുടെ പൗരുഷത്തെ തട്ടി ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നും ഭൂവിലിറങ്ങിയ സ്വർഗീയ ഭോജ്യമേ, നിത്യമാം ജീവൻ ഞങ്ങൾക്കു നൽകും ജീവന്റെ ആഹാരമേ, ജീവന്റെ ആഹാരമേ. ആരാധന സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം. സ്വർഗത്തിൽ നിന്നും
സ്വർഗീയ ഭോജ്യമേ. ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഈ നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയവ്യഥകൾ നമുക്ക് പറയാം. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തി, അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തി. ഈ നിമിഷങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ജീവിതത്തിന്റെ ഓരോ വേദനകൾ യേശുക്രിസ്തുവിലേക്ക് സമർപ്പിച്ച് ആത്മാവിന്റെ പാപക്കറകളെക്കുറിച്ചൊരു തിരിച്ചറിവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ പാപങ്ങൾ ഉപേക്ഷിക്കണം, ഈ അന്ധകാരം ഉപേക്ഷിക്കണം, ഈ ജഡപ്രകാരമുള്ള വെറിക്കൂത്തുകൾ ഉപേക്ഷിക്കണം, ഈ തിന്മ ഉപേക്ഷിക്കണം, ഈ മദ്യപാനം ഉപേക്ഷിക്കണം, ഈ ചീത്തക്കൂട്ടുകൾ ഉപേക്ഷിക്കണം. എനിക്ക് എന്റെ കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിച്ച് അഭിമാനത്തോടെ ജീവിക്കണം. എന്റെ കർത്താവിന്റെ വചനത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കേണ്ടി വന്നാൽ എന്റെ കർത്താവിന്റെ വചനത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കണം. തീഷ്ണതയോടെ എന്റെ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തണം. അവരാഗ്രഹം ഹൃദയത്തിലുണ്ടാകട്ടെ. 2 കരങ്ങളും കർത്താവിലേക്ക് ഉയർത്തുക. ഈ സമയം കർത്താവിന്റെ ദിവ്യ ശരീരത്തിന് അത്ഭുത ശക്തി വ്യാപരിക്കുകയാണ്. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന ഓരോ മകനെയും മകളെയും കാണണമേ കർത്താവേ. കിടക്കയിൽ കിടക്കുന്ന രോഗികൾ ഇപ്പോൾ കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. ദൈവമായ കർത്താവിൽ നിന്ന് അത്ഭുത സൗഖ്യങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കിടക്കയിലിരിക്കുന്ന ഓരോ മകനും മകളും ഇപ്പോൾ കർത്താവിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. എഴുന്നേൽക്കാൻ പറ്റാതെ കസേരകളിലിരിക്കുന്നവർ, തളർവാദം പിടിച്ചവർ, തളർന്ന കൈകളും തളർന്ന കാലുകളാലും വിഷമിക്കുന്നവർ യേശുവിനെ വിളിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. സാമ്പത്തിക മേഖലകളിൽ തകർന്നു കിടക്കുന്നവർ, ആത്മീയ മണ്ഡലത്തിൽ ദുർബലരായവർ, ദൈവിക മാർഗത്തിൽ നടക്കുന്നതിന് പിന്മാറ്റത്തിലേക്ക് പോയവർ, കുറെ കാലം കർത്താവിന്റെ വഴികളിൽ നടന്നു പെട്ടെന്ന് വീണുപോയി, മദ്യപാനത്തിലേക്ക് വീണുപോയി, പാപത്തിലേക്ക് വീണുപോയി, ചീത്തക്കൂട്ടുകെട്ടിലേക്ക് വീണുപോയി, കരങ്ങൾ ഉയർത്തി യേശുവിനെ ഉറക്കെ വിളിക്കുക. യേശു വീണ്ടെടുക്കുന്ന ദൈവമാണ്. യേശു ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന കർത്താവാണ്. ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവെ, വിശുദ്ധിയുടെ കൃപ വ്യാപരിക്കട്ടെ, സൗഖ്യത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ, അനുഗ്രഹത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് യേശുവിനെ ഉറക്കെ വിളിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം. ഞാൻ ഇടുക്കി ജില്ലയിലെ വെള്ളത്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇടുക്കിയിൽ നിന്നാണ് ഈ സഹോദരങ്ങൾ ഇവിടെ ധ്യാനം കൂടാൻ വന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവരെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതേ സമയത്ത് ഇവിടെ ഈ കൺവെൻഷന് വന്നിരുന്നു. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം ഇവിടെ നടത്തിയ ഈ മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ ഇവര് ഇടുക്കിയിൽ നിന്നും ഇവിടെ വന്ന് പങ്കുചേർന്നു. അപ്പോൾ അവരുടെ വേദന ഇതായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല. ആ വേദനയോടുകൂടെയാണ് കഴിഞ്ഞ വർഷത്തെ മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ ഇവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. അടുത്ത വർഷം ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാന്നും പറഞ്ഞ് നേർച്ച ഞാൻ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വർഷം ഈശോയോട് പറഞ്ഞു, അവിടെ നിന്ന് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന ഫലമായി ഒരു കുഞ്ഞിനെ തന്നാൽ അടുത്ത വർഷം മറൈൻ ഡ്രൈവ് കൺവെൻഷൻ നടക്കുമ്പോൾ അൾത്താരയിൽ വന്ന് ആ കുട്ടീനെ കൊണ്ട് സാക്ഷ്യം പറയാന്ന് പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞേക്കാന്നും പറഞ്ഞ ഇതാ കുട്ടിയുമായി വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ കുട്ടിയുമായി കുടുംബം വന്ന നേർച്ച നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുക. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ